ഗുഡ് മോർണിംഗ്. ആൻഡമാനിലുള്ള എൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ സമയം രാവിലെ 5:45. ഞാൻ പൊതുവേ രാവിലെ വളരെ ക്രാങ്കിയാണ്, അതുകൊണ്ടാണ് ഇത്ര ലോ വോയിസിലിരിക്കുന്നത്. ഞാനൊന്ന് ഓൺ ആവാനായിട്ട് ടൈം എടുക്കും. അപ്പം ഇന്ന് ഞാൻ ഹാവ്ലോക്കിലേക്ക് പോവാണ്. സ്വരാജ് ദ്വീപ് ഹാവ്ലോക്ക് ഐലൻഡിലേക്ക് പോവാണ് പോർട്ട് ബ്ലെയറിൽ നിന്നും. അവിടെയാണ് വാട്ടർ സ്പോർട്സ് സ്കൂബ ഡൈവിംഗ് പരിപാടികളൊക്കെ ഉള്ളത്. അപ്പം ഞാനിപ്പോൾ മാക്രൂസ് ഷിപ്പിലാണുള്ളത്. ഇവിടെ 2 ഷിപ്പാണുള്ളത്. ഈ സ്കൂബ ഡൈവിംഗ് ആൻഡമാനിൽ വന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നോട്ട് ചെയ്യുക. ഇവിടെ മാക്രൂസ് ഉണ്ട്, നോട്ടിക്ക ഉണ്ട്. ഇതാണ് 2 ഫേമസ് ആയിട്ടുള്ള 2 ഷിപ്പ്. അപ്പം ഇതിലേതെങ്കിലും റൗണ്ട് ട്രിപ്പിന് പെർ പേഴ്സൺ ഒരു 2500 രൂപയാവും. അപ്പം അത് ബുക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്കൊരു ബിഗിനർ ലെവൽ, ഷാലോ വാട്ടർ, ഡീപ്പ് വാട്ടർ, അങ്ങനെ പല ഇതുണ്ട് അതിന്. അങ്ങനെ ഏതെങ്കിലും സ്കൂബ ഡൈവിംഗിൽ നിന്ന് അങ്ങനെ ഒരു ഇത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനൊരു 30 മിനിറ്റ്സിൻ്റെ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഐ ആം ഗോണ ഡു ദാറ്റ്. കൂടുതൽ ഇൻഫർമേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ തരാം. എനിക്കിപ്പം അധികം പറയാൻ വയ്യ സത്യം പറഞ്ഞാൽ. പുറത്തുള്ള കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് കൈൻഡ് ഓഫ് സിമിലർ ടു എൻ എയർപോർട്ട്. നമ്മളൊരു എയർപോർട്ടിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ബോർഡിങ്ങും ബാഗും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് ഞാൻ ഈ ഷിപ്പിൻ്റെ അകത്ത് വന്നിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ബോർഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും കപ്പലിലെ കാഴ്ചകളൊക്കെ കണ്ട്, കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഐ എം ഗോയിങ് ടു ഹാവ്ലോക്ക്. This is my breakfast. ഒരു കോഫി ഉണ്ട് ആൻഡ് സാൻഡ്വിച്ച്. പിന്നെ എന്തൊക്കെയോ പാക്ഡ് ആക്കിയിട്ട് ഹോട്ടലിൽ നിന്ന് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇത് മതി. രാവിലെ ആയതുകൊണ്ട് അധികം കഴിക്കാൻ തോന്നുന്നില്ല. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ആൻഡമാനിലുള്ള സെക്കൻഡ് ഡേ ആണിത്. ടുഡേ ഐ ആം അറ്റ് ഹാവ്ലോക്ക് ഐലൻഡ്, അല്ലെങ്കിൽ സ്വരാജ് ദ്വീപ്. അപ്പം ഞാൻ വന്ന മാക്രൂസ് പേൾ ഇതാണ്. ഞാൻ നിന്നിരുന്ന ഐലൻഡ് ഏതായിരുന്നു? ഞാൻ നിന്നിരുന്ന പോർട്ട് ബ്ലെയർ ഐലൻഡിൽ നിന്നും ഒരു ഓൾമോസ്റ്റ് 2 hours ജേർണി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്വരാജിൽ എത്തിയിട്ടുള്ളത്. ആസ് ഐ സെഡ് ബിഫോർ, പെർ പേഴ്സൺ റൗണ്ട് ട്രിപ്പ് വരുന്നത് ഒരു 2500 വരും. ഇനിയിപ്പോൾ നമ്മൾ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ പോവാണ്. ഐ കംപ്ലീറ്റ്ലി ഡോണ്ട് നോ. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഡൂയിങ് സ്കൂബ ഡൈവിംഗ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എനിവേ ലെറ്റ്സ് ജസ്റ്റ് ഗോ. നമുക്ക് പോവാം. സോ വെൽക്കം ടു സ്വരാജ് ദ്വീപ്. ഇത് കണ്ടോ മക്കളെ? വ്യൂ കണ്ടോ? കുറെ കല്ലുകളാണ് ഇവിടുത്തെ എൻ്റെ വ്യൂ. നമുക്കിതൊക്കെ തന്നെ ധാരാളം. ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ സ്കൂബ. അതാ അവിടെ വീണ്ടും നീമോ ഉണ്ട്. നീമോ, നിങ്ങൾക്ക് നീമോനെ കാണാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ എനിക്ക് കട പോകുന്നുണ്ടോ? അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അവിടെ. ഇത്ര ഭംഗിയുള്ള സ്ഥലമല്ലേ ആൻഡമാൻ. ഇപ്പം ഇവിടെ സമയം ഏകദേശം എത്ര മണിയാത്? 7:45. ഓൾമോസ്റ്റ് 8 മണിയാകാൻ പോവാണ്. ഞാൻ ഫുള്ള് സൺസ്ക്രീനൊക്കെ തേച്ചിട്ടുണ്ട്. കറുത്തു പോകാൻ പാടില്ലല്ലോ നമ്മൾ വെയിൽ കൊണ്ടിട്ട്. എന്നാലും നമുക്ക് പോവാം. ഇതിപ്പോൾ ഓഫ് സീസൺ ആണെങ്കിൽ കൂടി ഇവിടെ തിരക്കുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ് സീസണിൽ എത്ര തിരക്കുണ്ടാകുന്നത്. എന്തായാലും നമുക്ക് സ്കൂബ ഡൈവിങ് എവിടെയാണെന്ന് പോയിട്ട് കണ്ടുപിടിക്കാം. ഞാനൊരു ഏജൻറ്റിനെ വിളിച്ചിട്ട് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഏജൻറ്റ് എവിടെയാണെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. ഞാനിനി സ്കൂബയുടെ സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങളെ കാണാം കേട്ടോ. ഓക്കെ, സോ ഡൈവ് മാസ്റ്റർ എന്ന് പറയുന്ന സ്കൂബ ഡൈവിംഗ് സ്കൂളിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ആൻഡ് എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് വി ആർ ഗോയിങ് ഇൻ. നമ്മൾ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു ഫിൽ ഒരു ഫോം ഫില്ല് ചെയ്യണം. നമുക്ക് വേറെ മെഡിക്കലി നമ്മൾ ഫിറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ വിൽ ബി ഹാവിങ് എൻ ഇൻസ്ട്രക്ഷൻ ക്ലാസ്. അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ സിഗ്നൽസ്
ഉണ്ട്, ഇങ്ങനെ എന്തോ അത് അവരോട് പറഞ്ഞു തരും. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഞാൻ പോയി ഫോം ഫില്ല് ചെയ്യട്ടെ, ആൻഡ് ദെൻ ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ. ശേഷം ശേഷം ക്ലാസ് കയറാൻ സ്കൂബ ഡൈവിങ് ചെയ്യാൻ നേരം നമുക്ക് കാണാം. ഓക്കെ, ടൈം കുറച്ച് ടൈറ്റാണ്, കാരണം ഇന്ന് തന്നെ എനിക്ക് പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു പോകണം. സീ യു. പരീക്ഷ നോർമൽ COVID-19 ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ യെസ് ഞെക്കണോ നോ ഞെക്കണോ? യെസ് ആണോ? എനിക്ക് പക്ഷെ ഹാർട്ടിനും ബ്ലഡിനും പ്രഷർ ഇല്ലല്ലോ. നോ സൈനസ് മെസ്സേജ് ചെയ്യാൻ ന്യൂസില്ല. നോ അടിക്കട്ടെ, ചെയ്യാനെടുത്താലോ? മൈഗ്രെയിൻ ഹെഡേക്കിന് എന്താ ഞെക്കട്ടെ ഞാൻ? സാധനങ്ങളും ഇതൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് വേണം നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡ്രസ്സ് ഇടാനായിട്ട്. സോ ബേസിക്കലി ഐ എം റിമൂവിങ് എവറിഥിങ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് സേഫ് ഹിയർ. ഷെയ്ഡ്സ് മൂര. ഓക്കെ, ഡ്രസ്സ് അവിടെ ഉണ്ട്, ഇനി നമുക്ക് ഡ്രസ്സ് ഇടാം. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇല്ല. കടലിന്റെ മക്കൾ കടലിന്റെ ഹലോ. അങ്ങനെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞു. എൻ്റെ മോനെ വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. അയ്യോ, നമ്മളിവിടെ പോലെയല്ല, വേറെ ഒരു ലോകം. ഞാൻ നീമോനെ കണ്ടല്ലോ, നീമോനെ. അതായിരുന്നു എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗം. ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഹോൾ തിങ് ചെയ്യാൻ. ആൻഡ് ഞാൻ അവിടെ എൻ്റെ മൈക്ക് പോയാൽ ഇല്ല.
ഞാനവിടെ പോയി കോറൽസ് കണ്ടു. പിന്നെന്താ, നമ്മൾ ഈ ഗുഹ പോലെയൊക്കെ ഇല്ലേ, അതേപോലെ അണ്ടർ വാട്ടറിലുള്ള സാധനം കണ്ടു. അയ്യോ, വൺ ഓഫ് എൻ എക്സ്പീരിയൻസ് ആയിരുന്നു, വൺ ഓഫ് എ കൈൻഡ് ഓഫ് എൻ എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്കൂബ ഡൈവിങ് നമുക്ക് ആക്ച്വലി ഒരു തുമ്പല് പത് കൃഷ്ണ, എനിക്ക് വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. കൃഷ്ണ, തുമ്മൽ ഫ്രീ. പക്ഷെ എന്നാലും ഇച്ചിരി തുമ്മലായാലും എന്താ, നമ്മുടെ കടലിൻ്റെ അടിയിൽ കണ്ട് മീനുകളെ കണ്ട്, മീനുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഇടം കണ്ടു. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എത്ര സൺസ്ക്രീൻ തേച്ചിട്ട് ഉപ്പുവെള്ളം കലർന്നപ്പോഴത്തേക്കും ടാൻ വന്നെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സൺസ്ക്രീൻ ഫോർ ദ റെസ്ക്യൂ. ഇത് വെറുതെ ട്രസമ്മേൻ്റെ ബോട്ടിൽ ബോഡി വേസിൻ്റെ സൺസ്ക്രീൻ ഒഴിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ സൺസ്ക്രീനിൻ്റെ ഒരു ഇത് മറ്റേ പ്രസ് ചെയ്യുന്ന സാധനമില്ല, അത് പോയി. സോ യാ, അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വെള്ളത്തിനടി കിടന്നു എന്ന്. എന്നെ കൊണ്ടുപോയ ഡൈവർ ചേട്ടൻ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം മീനാക്ഷി സുധീറിൻ്റെ ഗംഭീര പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഹായ്. ഹലോ. സോ യാ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. വാട്ട്സ് യുവർ നെയിം? Shukanto. So yeah, so Shukanto was the one who came along with me to the underwaters. എത്ര നേരം ഞാൻ വെള്ളത്തിൽ കിടന്നു ചോദിക്കാം. For how long I was there under the sea? 25 minutes. 25 minutes. Yeah. For almost അരമണിക്കൂർ ഉണ്ടായിരുന്നു. And like how deep did we go? 12 meter. 12 meter. And 40 feet. 40 feet ah? Yeah. 40 അടി താഴെ പോയി ഞാൻ. എന്റെ പൊന്നോ, അത് വേറെ ഒരു യൂണിവേഴ്സ്. ഇറ്റ് വാസ് ലൈക്ക് എ ഡിഫറെന്റ് വേൾഡ്. Yeah, it's a calmful world. There is no sound. You just feel your breathe, each and every breath. Exactly. എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ വെള്ളത്തിന്റെ അടി പോയപ്പോ I felt like my nose is a useless thing. Yeah. In underwater, it's not useless things. When you wear the mask, your nose is blocked. But it's used by the equalization. So otherwise, not using a nose. Yeah. Actually, I was telling my viewers about the sign language that we use underwater. Like this is a okay sign. This is not okay. Okay. Go up and go down. So in try diving, we use using a forehand signals. So this is a forehand signal. So this is the beginning, like a beginner stage where beginner stage. Every person who is trying scuba diving for the first time could do. Yeah, you can. Okay. അപ്പോൾ ഒന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ആൻഡമാനിൽ വരികയാണെങ്കിൽ കം ടു സേഫ്റ്റി സ്റ്റോപ്പ്. അവിടെയാണ് ഞാൻ എൻ്റെ സ്കൂബ ഡൈവിങ് ചെയ്തത്. ഇവിടെ ഒരുപാട് ഡൈവേഴ്സ് ഉണ്ട് ഇദ്ദേഹത്തെ പോലെ. സോ യു ക്യാൻ ജസ്റ്റ് കം ഹിയർ ആൻഡ് ട്രൈ ആൻഡ് ചെക്ക് യുവർ ബക്കറ്റ് ലിസ്റ്റ് ഇഫ് യു ഹാവ് ഇറ്റ് ഇൻ യുവർ ബക്കറ്റ് ലിസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ പ്ലഷർ ഡൈവിങ് വിത്ത് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മീ സേഫ് ഇൻ coming back along with me. അപ്പം എന്തായാലും yeah, thank you, bye. And thank you, come again. Sure, we had a nice time. Bye. Bye, have a good day. Same there. ഈ ലോകത്തിലെ 7ാമത്തെ ബെസ്റ്റ് ബീച്ച് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? യെസ്, ഇറ്റ്സ് നൺ അതർ ദാൻ ദ രാധാനഗർ ബീച്ച് ഇൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. അപ്പൊ നമ്മുടെ സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല വൈറ്റ് സാൻഡ് ആൻഡ് ടർക്കോയിസ് കളർ വാട്ടർ സറൗണ്ടഡ് ബൈ ഓൾ ദീസ് ട്രീസ്. അതൊക്കെയാണ് ഈ ബീച്ചിന്റെ സ്പെഷ്യാലിറ്റി. ഇവിടെ ഓരോ മരങ്ങളും നിങ്ങൾ നോക്കിയാൽ കാണാം. ഇറ്റ്സ് വെരി ടോൾ. അതുപോലെ തന്നെ എന്താ പറയാ, ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. മേ ബി ഒരു ഐലൻഡ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും മരങ്ങളാൽ ഈ ഒരു ബീച്ച് ഇങ്ങനെ ചുറ്റപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗി. ഇവിടെ ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് വളരെ കാമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. സി, കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കണ്ട അവിടെ. ഞാനിപ്പോ ഈ ബീച്ചിൽ ഇറങ്ങുന്നില്ല കേട്ടോ, കാരണം എനിക്ക് 3 മണിക്കാണ് എൻ്റെ ബോട്ട് ഉള്ളത്. അപ്പൊ എനിക്ക് പോണം, തിരിച്ച് ഷിപ്പിലേക്ക് പോണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ കുളിക്കാൻ നിന്ന് കഴിഞ്ഞപ്പോ ഓൾറെഡി ഇറ്റ്സ് 2 o'clock. സമയം കിട്ടില്ല. ഐ ഹാഡ് മൈ ഗുഡീസ് ഇൻ ദിസ്. പക്ഷെ എല്ലാ സ്ഥലവും കണ്ട് സ്കൂബ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോ സമയം കഴിഞ്ഞു. എന്നാലും ഇവിടെ വരുമ്പോ നമ്മൾ ഇവിടെ ഒന്ന് വരണമല്ലോ. രാധാനഗർ കണ്ടില്ലെങ്കിൽ എന്താണ്. അപ്പൊ വരും. ബീച്ചിൽ കുളിച്ച് നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട് വന്നിരിക്കാനായിട്ട്. അന്നത്തെ ട്രീസ് ഞാനും ഇവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ വെരി ലോങ് ഡേ. അയ്യോ, എൻ്റെ കാലൊക്കെ നല്ല ടാൻ ആയടാ. സീ, ഓ മൈ ഗോഡ്. സോ യാ, ഹാവ്ലോക്കിലെ വിശേഷങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ്.
ഇനിയിപ്പോൾ തിരിച്ച് പോർട്ട് പ്ലെയറിലേക്ക് പോവാണ്. ഈ ഒരു സൈഡ് കണ്ടോ, കടൽ ഇറങ്ങിയത് കണ്ടോ. രാവിലെ ആക്ച്വലി വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇറങ്ങി. സ്ട്രേഞ്ച്. എനിവേ, അപ്പോൾ നമ്മുടെ ബോട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം ബോട്ടിൽ പോവാണ് ഞാൻ തിരിച്ച് ഞാൻ വന്ന ഐലൻഡ്, ദാറ്റ് ഈസ് പോർട്ട് പ്ലെയറിലേക്ക്. എനിവേ, ഹാവ്ലോക്ക് വാസ് വെരി നൈസ്, പീപ്പിൾ വർ നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ, ഇവരുടെ ബീച്ചസ് ഒക്കെ ഭയങ്കര വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി രാധാനഗർ ബീച്ച്. വെറുതെ അല്ല, അത് എന്താ പറയാ, നമ്മുടെ വേൾഡിലെ തന്നെ 7ാമത്തെ ബെസ്റ്റ് ബീച്ച് ആകാനായിട്ടുള്ള കാരണം. I really like the place, I really like the people, and കഴിച്ച ഫുഡ് അതും ഭയങ്കര ഡിലീഷ്യസ് ആയിരുന്നു. സീ ഫുഡ് പ്ലാറ്ററാണ് ഞാൻ കഴിച്ചത്. അപ്പം ബൈ ബൈ ഹാവ്ലോക്ക്. പിന്നെ സ്കൂബ ഡൈവിംഗ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. എൻ്റെ ആദ്യത്തെ സ്കൂബ ഡൈവിംഗ് ആയിരുന്നു. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സ്കൂബ ഡൈവിംഗ്. എനിക്ക് ഇനിയും ചെയ്യണമെന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങോട്ടേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരം ഫുൾ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അതായത് കടലിന്റെ അടിയിൽ ഞാൻ കണ്ട കാഴ്ചകള്. ഞാൻ നീമോനെ കണ്ടു, നീമോന്റെ വീട് കണ്ടു. അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വരികയായിരുന്നു. എനിക്ക് ഇനിയും ചെയ്യണം സ്കൂബ ഡൈവിംഗ്. ഡെഫിനറ്റ്ലി ഐ വിൽ ബി കമ്മിങ് ബാക്ക്. ഇവിടെ ആക്ച്വലി സ്കൂബ ഡൈവിംഗ് മാത്രമല്ല കേട്ടോ, വേറെ ജെറ്റ് സ്കൈ, പിന്നെ പാരാഗ്ലൈഡിങ്, പാരാസെയിലിംഗ്, അങ്ങനെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, വിച്ച് ഇസ് ഇൻ നീൽ ഐലൻഡ്. ഞാൻ നീൽ ഐലൻഡിൽ പോകണുണ്ടോ എന്ന് എനിക്കറിയില്ല. ആസ് ഓഫ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ പോർട്ട് പ്ലെയറും ഹാവ്ലോക്കും മാത്രം കറങ്ങാനുള്ള സമയമാണ് എനിക്കുള്ളത്. എനിവേ, ഐ ഹോപ്പ് യു പീപ്പിൾ ഓൾസോ ഹാഡ് എ ഗുഡ് ടൈം വാച്ചിങ് ദിസ്. ഇനി ബാക്കി വിശേഷങ്ങൾ പോർട്ട് പ്ലെയറിൽ ചെന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, കണ്ടോ നല്ല മഴ വരാൻ പോവാണ്. സീ, കാർമേഘം മൂടി നിൽക്കുമ്പോഴാണ് ഞാൻ തിരിച്ചു പോകുന്നത്. നല്ല ടാനായിടാ, അതാണ് എൻ്റെ മറ്റൊരു വിഷമം. ഞാൻ ആക്ച്വലി ആ ബ്രിഡ്ജിൽ നിന്നും വരാൻ നേരം ഞാൻ ഓർത്ത് എൻ്റെ ബോട്ട് പോയി, ഓടി. അപ്പൊ ഈ പോലീസുകാരൻ പറഞ്ഞു എൻ്റെ ബോട്ട് പോയില്ല, എൻ്റെ ബോട്ട് വരുന്നേ ഉള്ളൂ. നല്ല മഴ ഇവിടെ. ഞാൻ നിങ്ങളെ മഴ കാണിച്ചു തരാം കേട്ടോ. ആ വരുന്നതാണ് എൻ്റെ ബോട്ട്. That's my ship. Alright. And this is how it rains here. See? ഇവിടെ ഉണ്ടല്ലോ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാ, എവിടെ തിരിഞ്ഞാലും നായ്ക്കുട്ടികളാണ്. കണ്ടുവോ? എല്ലായിടത്തും ഉണ്ട്. എനിക്കാണെങ്കിൽ സ്ട്രേ ഡോഗ്സിനെ ഭയങ്കര പേടിയാ. ഞാൻ എൻ്റെ വ്ളോഗിന്റെ ആദ്യമേ പറഞ്ഞില്ലേ, ഇത് ഒരു അമേച്ചർ വ്ളോഗാണ്. ഇതൊരു അമേച്ചർ വ്ളോഗാണ്. അപ്പം എൻ്റെ സോഷ്യൽ ബാറ്ററി ആക്ച്വലി വളരെ ലോ ആയി. എനിക്ക് വയ്യായി, എനിക്ക് എങ്ങനെ റൂം പോയിട്ട് കിടന്നാൽ മതിയായി. സോ ഞാനിനി ബോട്ടിൽ കയറി പോർട്ട് പ്ലെയർ ചെന്ന് ചെക്കിനൊക്കെ ചെയ്ത് പിന്നെ കാണാം.